ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെയും പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് പച്ച വെച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് പച്ച വെച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 ഏലക്ക ഇട്ടിട്ടുണ്ട്, ഒരു 2 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുഴുവൻ കുരുമുളക് കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്, പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മറ്റുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. അപ്പോൾ എരിവിനായിട്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ളൊരു തക്കാളി ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി, ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം വാർത്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീഫും ഈ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയാണ് ചേർക്കുന്നത്, പിന്നെ ഒരു ഗ്രാമ്പൂ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് മാത്രം 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവിയൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കറി ഒന്ന് ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കറി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് മിക്സി ജാറിലേക്ക് കുറച്ച് 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ തിക്നെസ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെയും പൊറാട്ടയുടെയും ചപ്പാത്തിൻ്റെയും അതുപോലെ നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും നീർദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് പച്ച വെച്ചതാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.